ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് വിഷയമെന്ന് വെച്ചാൽ, അതായത് രോഗദുരിതങ്ങൾ കൊണ്ട് വലയുന്നവരാണ് മിക്ക ആളുകളും, അങ്ങനെ കഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഒരു ആശ്വാസമായിട്ട് ഒരു മന്ത്രവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് രോഗദുരിതങ്ങളാൽ വലയുന്നവർ, നമ്മൾ പല ഔഷധങ്ങൾ സേവിച്ചിട്ടും അതിന് കുറവൊന്നുമില്ല. അപ്പം നമ്മൾ ഔഷധ സേവ ചെയ്യണം. കുറവില്ലെങ്കിൽ വേറെ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് മെഡിസിൻ മാറ്റി മേടിക്കാം. അതല്ലാതെ നമ്മൾ മന്ത്രം മാത്രം ജപിച്ചാൽ അസുഖം മാറത്തില്ല. പക്ഷേ നമ്മൾ ഔഷധ സേവയോടൊപ്പം തന്നെ മന്ത്രവും കൂടി ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി ഉണ്ടാവുന്ന ഒരു മന്ത്രത്തെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പറയുന്നത്. അതായത് ആ മന്ത്രം എന്ന് പറയുന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാനെ സ്മരിച്ചിട്ടുള്ള മന്ത്രമാണ്. വിഷ്ണു ഭഗവാന്റെ ധന്വന്തിരി മൂർത്തിയായിട്ടുള്ള ആ ഭാവത്തെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വിഷ്ണു ഭഗവാനെയാണ്. ആ മന്ത്രം ജപിക്കുന്നതിന് മുന്നേ തന്നെ 108 പ്രാവശ്യം ഓം നമോ നാരായണായ എന്ന മന്ത്രം കൂടി ജപിക്കണം. അതായത് മന്ത്രം ഇതാണ്: ഓം ശ്രീ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തിരി മൂർത്തിയെ അമൃതകലശ ഹസ്തായ സർവമയ വിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണുവേ നമ. ഓം ശ്രീ വിഷ്ണുമൂർത്തിയെ നമ. ഇതാണ് മന്ത്രം. ഒരു പ്രാവശ്യവും കൂടെ പറയാം. ഓം ശ്രീ നമം ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തിരി മൂർത്തിയെ അമൃതകലശഹസ്തായ സർവമയ വിനാശായ ത്രൈലോക്യനാഥായ വിഷ്ണുമൂർത്തിയെ നമ. ഓം ശ്രീ വിഷ്ണുമൂർത്തിയെ നമ. ഇതാണ് മന്ത്രം. ഇത് നിങ്ങൾ ഒരു 108 പ്രാവശ്യം ജപിക്കാമെങ്കിൽ അത്യുത്തമമാണ്. ഇത്രയും ജപിക്കാൻ പറ്റാത്തവർ 21 പ്രാവശ്യമെങ്കിലും ജപിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പ്രായമായ ആളുകൾക്ക്, ക്ഷേത്ര ദർശനമൊക്കെ നടത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ക്ഷേത്രത്തിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒക്കെ ഇത് നമ്മൾ വീട്ടിലിരുന്ന് ജപിക്കാവുന്നതാണ്. അതുപോലെ ഇവർക്ക് അവരുടെ അസുഖങ്ങൾ കൊണ്ടുള്ള അവരുടെ കഷ്ടപ്പാടുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാൻ മാറ്റി കൊടുക്കുന്നതാണ്. അതുപോലെ നമ്മൾ എത്ര ഔഷധ സേവ നടത്തിയിട്ടും അതിലൊരു ഇത് വരുന്നില്ലെന്നുണ്ടെങ്കിൽ, ഒരു ആശ്വാസം നമുക്ക് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ പതിവായിട്ട് ഈ മന്ത്രം നിങ്ങൾ 21 ദിവസമല്ല കണ്ടിന്യൂസ് ജപിക്കാൻ പ്രായമായവർ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഈ മന്ത്രം ജപിച്ച് 1008 പ്രാവശ്യമൊക്കെ ജപിച്ച് അത് മന്ത്രസിദ്ധി വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഒരു ഈ ഔഷധം, അതായത് പ്രത്യേകിച്ച് ആയുർവേദമാണ് വിധിപ്രകാരം ഇതിന് പറയുന്നത്. ആ ആയുർവേദ മരുന്നുകളിൽ നമ്മൾ ജപിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വ്യക്തി ജപിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടെ എഫക്റ്റായിട്ട്, അതായത് പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ മാറുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.